നമസ്കാരം. 2025 ജനുവരി 7 ഉച്ചയ്ക്ക് 2:30 ലോസ് ആഞ്ചൽസിലെ പസഫിക് പാലസേഡ്സിൽ നിന്നുള്ള ആ ഞെട്ടിക്കുന്ന കാഴ്ചകൾ ലോകത്തിന് മുന്നിലെത്തിയത്. ഡേവിഡ് ഹാൻസൺ എന്ന വ്യക്തിയാണ് സ്വന്തം വീടിനു സമീപത്തെ പ്രദേശങ്ങളെ ചാരമാക്കി കുതിക്കുന്ന കാട്ടുതീയുടെ കാഴ്ചകൾ സമൂഹ മാധ്യമങ്ങളിലിട്ടത്. വരാനിരിക്കുന്ന ഒരു വൻ ദുരന്തത്തിന്റെ സൂചന കൂടിയായിരുന്നു അതെന്ന് അധികമാരും അപ്പോൾ തിരിച്ചറിഞ്ഞതുമില്ല. പക്ഷി മുന്നിലുള്ളത് വൻ ദുരന്തമാണെന്ന് മുൻകൂട്ടി മനസ്സിലാക്കിയ ഡേവിഡ് തന്റെ വൃദ്ധയായ അമ്മയെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റിപ്പാർപ്പിച്ചു. പിന്നീടുള്ള മണിക്കൂറുകളിൽ സംഭവിച്ചതെല്ലാം ഞെട്ടിക്കുന്ന ഭീതിപ്പെടുത്തുന്ന കാഴ്ചകളായിരുന്നു. ശക്തമായ കാറ്റിൽ തീ വാനോളം ഉയർന്ന് ഒരു പ്രദേശം ഒന്നടങ്കം തീയിലമർന്നു. സാങ്കേതികമായും സാമ്പത്തികമായും ഏറെ മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യത്തിനു പോലും കൈകാര്യം ചെയ്യാനാവുന്നതിനേക്കാൾ അതിഭീകരമായിരുന്നു പിന്നീടുള്ള ദിവസങ്ങളിലെ അഗ്നിതാണ്ഡവം. യുഎസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തം കൂടിയായിരുന്നു അത്. ഏകദേശം 60 ലക്ഷത്തിലധികം ജനങ്ങളെ ദുരന്തം ബാധിച്ചു. കാട്ടുതീയിൽ പച്ചമരങ്ങൾ പോലും നിന്നു കത്തി. ജനുവരി 1-നുണ്ടായ ഒരു തീപിടുത്തത്തിന്റെ അനന്തരഫലമാണ് ഇപ്പോഴത്തെ ദുരന്തത്തിന് പിന്നിലെന്നും റിപ്പോർട്ടുകളുണ്ട്. അന്നത്തെ തീ നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിലും അണയാതെ കിടന്നിരുന്ന ഭാഗത്തു നിന്നാണ് വൻ ദുരന്തത്തിലേക്ക് നയിച്ച തീ പടർന്നതെന്നും പറയപ്പെടുന്നുണ്ട്. യുഎസിലെ കാട്ടുതീ പുതിയൊരു സംഭവമല്ലെങ്കിലും ഇപ്പോഴത്തെ ദുരന്തത്തിന്റെ വ്യാപ്തി അതിഭീകരമാണ്. ലോസ് ആഞ്ചലസ് കാട്ടുതീ യുഎസിന്റെ സാമ്പത്തിക മേഖലയ്ക്ക് അപ്രതീക്ഷിതമായ ചില നഷ്ടങ്ങൾ വരുത്തുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ നിരീക്ഷണം. അതിശൈത്യവും കനത്ത ശീതക്കാറ്റും കാരണം മിസൗറി, കാൻസസ്, കെന്റക്കി, വെർജീനിയ, മെറിലാൻഡ് എന്നീ സംസ്ഥാനങ്ങളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കെയാണ് യുഎസിന്റെ തെക്കൻ സംസ്ഥാനമായ കാലിഫോർണിയയെ കാട്ടുതീ വിഴുങ്ങുന്നത്. പാലിസേഡ്സ്, ഈറ്റൻ എന്നീ അതിവേഗം പടരുന്ന 2 വലിയ കാട്ടുതീയാണ് സാൻ ഫ്രാൻസിസ്കോയുടെ വിസ്തൃതിയേക്കാൾ വലിയ ഭൂപ്രദേശം എരിഞ്ഞമർന്നത്. വേനൽക്കാല കാട്ടുതീകൾ കാലിഫോർണിയയ്ക്ക് സുപരിചിതമാണ്. ജൂൺ മുതൽ ഒക്ടോബർ വരെയാണ് കാട്ടുതീ സീസൺ. വരണ്ട കാലാവസ്ഥയാണ് അതിനാധാരം. വർഷത്തിൽ പരമാവധി 78 വരെ ഫയർ ദിവസങ്ങൾ ഉണ്ടാകാറുമുണ്ട്. തെക്കൻ കാലിഫോർണിയൻ തീരപ്രദേശങ്ങളിലെ തീപിടുത്തങ്ങൾ മരുക്കാറ്റിനേക്കാൾ വ്യാപിക്കപ്പെടുന്നവയാണ്, പ്രത്യേകിച്ച് പസഫിക് പാലിസേഡ്സിലേത്. മഴ ലഭ്യതയില്ലാത്തതിനാൽ സസ്യജാലങ്ങളെല്ലാം വരണ്ടുണങ്ങിയിരിക്കും. അതേസമയം വർഷാവസാനത്തിൽ ശൈത്യവും മഴയും ഒരുമിച്ചുണ്ടാകുന്നതിനാൽ കാട്ടുതീകൾ താരതമ്യേന കുറവാണ്. ജനുവരി മുതൽ മാർച്ച് വരെ വലിയ തീ മുന്നറിയിപ്പുകൾ ഉണ്ടാകാറില്ല. എന്നാൽ 2012, 24 വരെയുള്ള വർഷങ്ങളെ അപേക്ഷിച്ച് 2025 ജനുവരി 9-ന് സംസ്ഥാനത്തുണ്ടായത് 60 ഫയർ അലേർട്ടുകളാണ്. 40 മടങ്ങാണ് കൂടുതൽ. 8 മാസമായി ലോസ് ആഞ്ചൽസിലേക്ക് മഴ തിരിഞ്ഞു നോക്കിയിട്ടില്ല. സംസ്ഥാനത്ത് റെക്കോർഡ് ചൂടും ഉഷ്ണതരംഗവും രേഖപ്പെടുത്തിയ വർഷമായിരുന്നു 2024. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ ഉത്തരാർദ്ധഗോളത്തിൽ ശരാശരി താപനില പരമാവധി 62.24 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു.